മുഹമ്മദ് ഷർഷാദ് ചേരുകയാണ്. മുഹമ്മദ് ഷർഷാദ്, നമസ്തേ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. കേൾക്കാമെങ്കിൽ അങ്ങേക്ക് കേൾക്കാം. എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ? കാര്യം സിനിമയുമായി അടുത്ത ബന്ധമില്ലാത്ത പലർക്കും ഇതിപ്പോഴും ഒരു പ്രഹേളികയായി ഇങ്ങനെ തുടരുകയാണ്. എന്താണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? മട്ടാഞ്ചേരി മാഫിയനെ പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല, ചില കേട്ടുകേളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വിദേശ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പറയൂ. അപ്പൊ അതിനെതിരെ ഞാനിപ്പം എന്റെ ശബ്ദങ്ങൾ ഉയർത്തിയ മുതൽ എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. അതായത് എന്റെ ബിസിനസ്സിന് പോലും ഭീഷണി നേരിടുന്ന രീതിയിലാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും സ്ട്രോങ് ആണ് മറുഭാഗത്തുള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ കേരളത്തിലെല്ലായിട്ട് പോലും, ഇപ്പൊ ഞാൻ മറ്റൊരു സംസ്ഥാനത്താണ്, അവിടെ പോലും അവരുടെ റെപ്രസെന്റേറ്റീവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇപ്പം ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ഗ്രൂപ്പിലുള്ള വളരെ ഉന്നതായ, എനിക്ക് പേര് വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്, വളരെ ഇന്ന് അത്രയും പെർഫോം ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ റെപ്രസെന്റേറ്റീവായ ആൾക്കാർ എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ജനത്തിലടക്കം തന്നെ പല പ്രാവശ്യം എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിന് സംസ്ഥാനം ഭരിക്കുന്ന എല്ലാ മെഷീനറിയും അവർക്ക് അവരുടേതായ സപ്പോർട്ട് കിട്ടുകയാണ്. പിന്നെ അതിൽ കൂടുതൽ ഒരു സാധാരണ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 13 മാസമായി ഇപ്പൊ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട്. ഇന്ന് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വക്കേറ്റ് അവർ സ്റ്റേറ്റ്മെന്റ് പോലും ഫയൽ ചെയ്യാതെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ 27-ാം തീയതി ഹിയറിംഗ് ഉണ്ടായിരുന്നു. ആ ഹിയറിംഗിന് പോലും അവർ വന്നിട്ട് എക്സ്ക്യൂസ് വാങ്ങിച്ചിട്ട് വീണ്ടും സെപ്റ്റംബർ 12-ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് 6-ാമോ 7-ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ കേസ് ഇങ്ങനെ വളരെ എന്താ പറയുക, ഇതൊരു റിട്ട് പെറ്റീഷനാണ്. ഒരു റിട്ട് പെറ്റീഷന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിന് ഒരു പരിമിതിയില്ലേ? പക്ഷെ അതിങ്ങനെ അന്യായമായിട്ട് നീണ്ടുപോവുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു പവർ, അവരുടെ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ആ കോണ്ടാക്ട്സ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്രമാത്രമാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കുണ്ടായ അനുഭവങ്ങൾ. ഇല്ല ഷർഷാദ്, ഒരു കാര്യം, ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വേറൊരു വഴിക്ക് നീങ്ങുകയാണ്. ആരോപണ പ്രത്യാരോപണം ഒരു ഭാഗത്ത്, ചിലർക്ക് നേരെ ആരോപണങ്ങൾ ഉയരുന്നു, ഇതിന് പിന്നിൽ മറ്റു ചിലർ ആണെന്ന് പറയുന്നു. ഈ വിദേശ ഫണ്ടിങ് വരുന്ന വഴിയും അങ്ങേക്കുണ്ടായ അനുഭവം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കണം എന്നപേക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം എനിക്കുണ്ടായ അനുഭവം. അതായത് ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്ന അദ്ദേഹം 2016 വരെ സീറോ ആയിട്ടൊരു ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് UK. അയാൾ ഇവിടുന്ന് ഡിപ്പെൻഡിങ് വിസയിൽ, അയാളുടെ ഭാര്യയുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിപ്പെൻഡിങ് വിസയിൽ അവിടെ പോയ ആള് 2016 വരെ അയാൾക്ക് പറയത്തക്ക ഒരു മേൽവിലാസോ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 2016 ഇന്നത്തെ ഗവൺമെന്റിന്റെ 1-ാം ഗവൺമെന്റ് വന്ന സമയം മുതലാണ് അയാൾ ആളെന്നെ മാറുന്നത്. ഒരു സ്വാഭാവികം ഒരു സുപ്രഭാതത്തിൽ അയാളൊരു വലിയ കോടീശ്വരനായി സിനിമാ മേഖലയിലേക്ക് അടക്കം ഫണ്ട് കൊണ്ടുവരുന്ന ആളായി മാറുകയാണ്. അയാളുടെ ട്രാപ്പിലാണ് ഞങ്ങൾ. അത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ഞങ്ങളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇയാളെ ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ് അയാളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും. പിന്നെ അയാൾ ചെയ്ത കളികളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മുമ്പുള്ള ഇന്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചുരുക്കം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും ഇദ്ദേഹത്തിന്റെ പണ ഇടപാടുകളൊക്കെ വളരെ ദുരൂഹത ഉള്ളതാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ 2022 അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തതും അതിന്റെ കോപ്പി ആ സെക്രട്ടറി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ CM ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തതും. പക്ഷെ ഒരു നടപടിയും ഇന്ന് വരെ അതിന്റെ മുകളിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് 2023 ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. പിന്നെ പോലീസ് കേസ് ഫയൽ ചെയ്തു. ഇപ്പം നമ്മുടെ CM പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ കേസെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ കംപ്ലൈന്റ് 2 കംപ്ലൈന്റ് ഇദ്ദേഹത്തിനെതിരെ ഉള്ള കംപ്ലൈന്റ് ഇന്നും FIR ആവാതെ ഒന്ന് പത്തനംതിട്ട സ്റ്റേഷനിലും
ഒന്ന് കണ്ണൂർ സ്റ്റേഷനിലും കിടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റേതായ മാക്സിമം ലെവലിൽ ഞാൻ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അത് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള അന്ന് വളരെ പച്ചയായ രീതിയിൽ ആ കണ്ണൂരിലുള്ള ഇൻസ്പെക്ടർ എന്റെ കസിന്റെ അടുത്ത് പറഞ്ഞ വാക്കാണ്, പി ശശിയുടെ ഓഫീസിൽ നിന്ന് പ്രഷർ ഉണ്ട്, നമുക്കത് FIR ഇടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഓരോ എക്സാമ്പിളുകൾ. ഇത് എന്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്, മറ്റാരതും അല്ല. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിൽ പോകുന്നു, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. പക്ഷെ അതും ഡ്രാഗ് ചെയ്ത് പോവുകയാണ്. വ്യക്തമായിട്ട് അവിടെയും ഒരു ഫയൽ ചെയ്യേണ്ട സമയത്ത് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഒരു സാധാരണക്കാരനക്ക് കേരളത്തിൽ നീതി കിട്ടും ഇങ്ങനെയാണെങ്കിൽ? ഇദ്ദേഹം പുഴൂരിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശൊക്കെ ദുരൂഹത ഉണ്ട്, 100% ദുരൂഹത ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകന് വന്നിട്ട് എന്റെ മുമ്പില് പുള്ളി ക്യാൻസർ ഇല്ല. കാരണം 2016 മുതൽ ഞാൻ പുള്ളിയായിട്ട് 1-to-1 ഡിസ്കഷൻ നടത്തുന്ന ആളാണ്. പുള്ളി ഈ പ്രശ്നം ഞാൻ ഉന്നയിച്ച് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഇഷ്യൂ ആയിട്ടുണ്ട് ഇവൻ കാരണം, ഇവനെ പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പുള്ളിക്ക് ഒരു അക്ഷരമില്ല. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ്, അന്ന് വാട്സപ്പ് അയച്ച മെസ്സേജ് എന്റെ ഉണ്ട്. എന്റെ അറിവിൽ ഇന്നയാളാണല്ലോ പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ ആ സിനിമയുടെ പോസ്റ്ററിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു. ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി അയച്ചു. പക്ഷെ ഇന്ന് വരെ ആ അന്വേഷണം അവിടെ തന്നെ. കൂടുതൽ പ്രഷർ കൊടുത്തതിന് ശേഷം പുള്ളി എന്നെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. ഇത്ര വർഷത്തിന് ശേഷം, ഏകദേശം ഒരു 7-8 വർഷം നമ്മൾ തമ്മിൽ ഉള്ള വാട്സപ്പ് കോണ്ടാക്ട്സ് ആണ് പുള്ളി ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ പുള്ളിക്ക് എന്താണ്, പുള്ളിന്റെ മുകളിൽ പ്രഷറാണ്. കാരണം പുള്ളി അതിൽ ട്രാപ്പ് ചെയ്യൂ, പുള്ളി അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടു. കാരണം ഈ ഫണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് പിന്നെ മനസ്സിലായി, ഇത് എവിടുത്തെ ഫണ്ടാണ്, എങ്ങനത്തെ ഫണ്ടാണ്. അപ്പൊ വാ തുറന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ, എന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പുള്ളിക്ക് ആ ഭാഗത്ത് എതിരെ നിൽക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ആ വന്ന കാശിന് തിരിച്ചു കൊടുക്കാനോ ഒന്നും പറ്റൂല. വന്നത് വന്നു, സിനിമ കഴിഞ്ഞു, അല്ലെങ്കിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ റൈസ് ചെയ്തത് എന്റെ ഇഷ്യൂസ്. പക്ഷെ പുള്ളി അത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. പകരം പുള്ളി എന്നെ അവോയ്ഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അതിനർത്ഥം പുള്ളിക്കും അതിനകത്ത് പങ്കുണ്ടെന്നല്ലേ. അല്ലാതെ ഞാൻ പുള്ളിക്കെതിരെ എതിര് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളിക്കെതിരെ അനാവശ്യമായിട്ടുള്ള വർഗീയത പറയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല സത്യം. സത്യം ഇപ്പം എനിക്കെതിരെ ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്റെ ഓൺലൈൻ മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിന്റെ ശേഷം. അദ്ദേഹത്തിനൊക്കെ എന്താ അറിയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അദ്ദേഹം ഈ അടുത്ത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് പോയിട്ട് ഹൈക്കോടതി ഓടാൻ പറഞ്ഞ ആളാണ് അദ്ദേഹം. കാര്യങ്ങൾ അറിയാതെ ഇവര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെതായ ആൾക്കാരെ അവരെ വിളിച്ച് ബന്ധപ്പെട്ട് ചോദിക്കണ്ടേ. അദ്ദേഹം വളരെ മോശമായ രീതിയിലല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെ പറ്റിയുള്ള ജീവിതം അറിയണമെങ്കിൽ ഞാൻ 10-28 വർഷമായിട്ട് ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ ചെലവിൽ ടിക്കറ്റും ഹോട്ടലും കൊടുത്തിട്ട് ചെന്നൈയിൽ കൊണ്ടുവരാൻ തയ്യാറാണ്. അന്നേരം ഇവിടെ വന്നിട്ട് എന്റെ ചുറ്റുപാട് അന്വേഷിച്ച് കഴിഞ്ഞാലേ ഞാൻ ആരാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ, ഞങ്ങൾ എങ്ങനെ ജീവിച്ച ആളാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിനെ കൊണ്ട് കാര്യമില്ല. അതേപോലെ മറ്റ് ഇടത് ഭാഗത്തുള്ള മറ്റ് കുറെ യൂട്യൂബ് ആൾക്കാരുണ്ട് നമ്മുടെ. ഇപ്പോഴും ഈ പേര് പറയുന്നില്ല. ആരാണ് ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ? ആർക്കാണ് സംസ്ഥാന സർക്കാരിൽ ഇത്ര വലിയ സ്വാധീനം? ആർക്കാണ് വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് സിനിമാ ലോകത്ത് ഇത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുക? ആ പേര് എന്തുകൊണ്ടങ്ങ് പറയുന്നില്ല? പേര് ഞാൻ പല പ്രാവശ്യം പറയാം, എനിക്ക് പേര് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. രാജേഷ് കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പുള്ളി ഇപ്പൊ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് പോലും പുള്ളി സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിന്റെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ മോഹൻലാൽ ഉണ്ട്. അതിന്റെ 2 ദിവസം മുമ്പ് മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും അലിഗേഷൻസ് പുള്ളിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ്, 2 പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഇത്രയും ചാനലുകളിൽ ഞാൻ വന്നിട്ട് പുള്ളിക്കെതിരെ പറയുന്നു. എന്നിട്ട് പോലും ഇവരാരെയും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നില്ലല്ലോ. അവനിക്ക് ഇപ്പോഴും ആക്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളിയുടെ സെക്യൂരിറ്റി കമ്പനി, പുള്ളി സെക്യൂരിറ്റി കമ്പനിയുടെ മറവിലാണ് സകല തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി കമ്പനിയുടെ ലൈസൻസ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എക്സ്പയർ ആയിരിക്കുകയാണ്. പക്ഷെ അത് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ആ സെക്യൂരിറ്റി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ട്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിലും അത് ഹോം ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്നതാണ്. ഇന്ന് അവിടെ ഒരു ലേഡി ഉദ്യോഗസ്ഥയാണ് ഉള്ളത്. അവരെ മേലിൽ
പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഭയങ്കര പ്രഷറാണ് ആ ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ലൈസൻസ് അവർക്ക് ഒഫീഷ്യലി റിന്യൂവൽ ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ ഉണ്ട് ഈ കമ്പനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് എങ്ങനെ റിന്യൂവൽ ചെയ്തെടുക്കാൻ പറ്റും? പക്ഷെ അവരെ മേലിൽ ഭയങ്കരമായ പ്രഷറാണ്. അപ്പൊ പുള്ളിന്റെ ഒരു കപ്പാസിറ്റി എന്താണ്, ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി എന്ന് മുതലാണ് കേരളം അറിയപ്പെട്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ചില ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്രമാത്രമാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഷർഷാദ് ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. ഒന്ന്, പാർട്ടി സെക്രട്ടറിയുടെ, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, പാർട്ടി സെക്രട്ടറിയുടെ മകന് ഇതിലുള്ള ഇടപാട്. രണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങ് നേരിടേണ്ടി വന്ന സമ്മർദ്ദം. ഇത്ര വലിയ സ്വാധീനം ഉള്ളയാൾ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ മലയാള സിനിമയിൽ ഒന്ന്, ഫണ്ടിങ് രണ്ട്, മൂന്ന്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ ഇത്രയും വലിയ സ്വാധീനമായി എങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഉദയം ചെയ്യാൻ കഴിയും? ഷർഷാദ്, ഞാൻ ചോദിക്കുന്നത് ഒരു സാധാരണ പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നാണ് ഷർഷാദ്, അങ്ങ് പറയുന്നതിനെ ചോദ്യം ചെയ്യുകയല്ല. അതിനുള്ള മറുപടി ഞാൻ പറയാം. കാരണം പാർട്ടി സെക്രട്ടറി, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ഇന്നത്തെ പാർട്ടി സെക്രട്ടറിന്റെ, അന്ന് ഞാൻ പാർട്ടിക്ക് കംപ്ലൈന്റ് കൊടുത്തത് ഒരു വിധത്തിലെങ്കിലും അന്നത്തെ പാർട്ടി സെക്രട്ടറി കൈകാര്യം ചെയ്തിട്ട് മാറ്റി നിർത്തിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഫാമിലി കണക്റ്റഡ് ആണ്. ഈ പുള്ളിക്കാരന്റെ ഫാമിലി ആയിട്ട് അവർ കണക്റ്റഡ് ആണ്. അതിന്റെ പല ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഇവിടെ മീഡിയകളിൽ വന്നതാണ്. ഈ 2 ദിവസം മുമ്പ് പോലും ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അവർ എത്രമാത്രം ഫാമിലി കണക്റ്റഡ്. കാരണം ഈ പാർട്ടി സെക്രട്ടറി അടുത്ത യു കെയിൽ പോയ സമയത്ത് ഈ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്തതാണ്. അതിന്റെ ഫോട്ടോഗ്രാഫൊക്കെ പബ്ലിക്കലി മറ്റു പല ആൾക്കാരും എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം അറിയാം. പിന്നെ മകൻ ഫിലിം, ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇപ്പം ഈ വിവാദമായ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പൊ അവരും ഫിലിമിൽ കണക്റ്റഡ് ആണ്. അവർ തമ്മിൽ പല സാമ്പത്തിക ഇടപാടുകളുണ്ട്. അവന് വേണ്ടിയിട്ട് ഫിലിമിന് ഫണ്ട് ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ് എന്നാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ആ പാർട്ടിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ CMന്റെ ഓഫീസിൽ ഒരു പൊളിറ്റിക്സ് സെക്രട്ടറി ഇവന്റെ റൈറ്റ് ഹാൻഡ് ആണ്. അവര് തമ്മിൽ പല കൊടുക്കൽ വാങ്ങൽ കേസുകളുണ്ട്. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഒരു കള്ളക്കേസിന് എനിക്ക് വക്കീൽ നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട് ഈ രാജേഷ് കൃഷ്ണ. പക്ഷെ ആ കേസ് പിന്നീട് കോർട്ടിൽ നിന്ന് അവരെന്നെ പിൻവലിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു അഡ്വക്കേറ്റ് ആണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരുന്നു എന്റെ നാട്ടിലെ അഡ്രസ്സിൽ. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ സിനിമാ മേഖല, പിന്നെ ഇദ്ദേഹത്തിന് ജേർണലിസ്റ്റ് ആണ്. അപ്പം അത്യാവശ്യം മലയാളം ചാനലുകളിലുള്ള ഇന്നത്തെ ഒരുവിധം ജേർണലിസ്റ്റുകളെല്ലായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്, നീ എന്തിനാണ് ജനം TV പോകുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ പോകുന്നത്, എന്തുകൊണ്ട് മെയിൻ ചാനലുകളിൽ വരുന്നില്ല എന്നുള്ളത്. എനിക്ക് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയല്ലേ എനിക്ക് വന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ മറ്റുള്ള ചാനലിനെ അപ്രോച്ച് ചെയ്യായിട്ടല്ല. ഞാൻ മനോരമ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മനോരമന്റെ കോഴിക്കോട് ബ്യൂറോ ചീഫായിട്ട് ഞാൻ നേരിൽ സംസാരിച്ചതാണ് എന്റെ കാര്യം. എറണാകുളത്തുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചതാണ്. പക്ഷെ അവരാരും തയ്യാറില്ല. ചെന്നൈയിലെ 24ന്റെ റിപ്പോർട്ടർ എന്റെ അടുത്തുനിന്ന് സാമ്പത്തിക സഹായം വരെ പറ്റിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരാരും അത് ചെയ്തില്ല. പക്ഷെ ചെയ്യുന്നവരെ എന്നെ മാനസികമായിട്ട് തളർത്തുകയാണ്. നീ എന്തിനാണ് ജനത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൽ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, ജനത്തിൽ പോയാൽ എന്താ കുഴപ്പം? എനിക്ക് ജനം സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ജനത്തിൽ പോകുന്നു. വേറെ ആരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ജേർണലിസ്റ്റ് ആ ചാനൽ മാധ്യമ ശൃംഖലയിലോ അല്ലെ മാധ്യമ മേഖലയിലോ ഇവനിക്ക് സപ്പോർട്ട് ഉണ്ട്, ഇവനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് സപ്പോർട്ട് കിട്ടാത്തത്. ഷർഷാദ്, ഒരിക്കൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരാൾ, ഞാൻ അങ്ങ് പറയുന്ന വാക്കിനെ അവിശ്വസിക്കുന്നില്ല, അത് ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോഴും ഞാൻ വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കുന്നത്, ഒരു സാധാരണ പ്രേക്ഷകൻ കേൾക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത്, മാധ്യമരംഗത്ത്, സിനിമാ രംഗത്ത് കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ പ്രസിദ്ധനോ പ്രശസ്തനോ അല്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വരുന്നു, സിനിമാ നിർമ്മാണത്തിന് പണം മുടക്കുന്നു, സിനിമാ മേഖലയിൽ ഇടപെടുന്നു, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലെ പ്രമുഖരുമായി അടുത്തിടപഴകുന്നു, അവരെ ഹോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത് ലണ്ടനിൽ.
അതുപോലെ നാട്ടിലെത്തിയാൽ വലിയ സ്വാധീനം, ഇതൊക്കെ ശരിക്കും സിനിമാ കഥയിലെ ഇങ്ങനെ പെട്ടെന്നൊരു ഒരു താരോദയം ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല, അതായത് പ്രൊഡ്യൂസർ ആകുന്നത് മുമ്പും ഇദ്ദേഹം 2016 അല്ലെ 17 ആദ്യഘട്ടം മുതൽ തന്നെ ഇദ്ദേഹം സിനിമക്ക് ഫണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വരുന്നത് നമ്മുടെ ഈ പുഴു എന്നുള്ള പടത്തിൽ കൂടിയാണ്. അത് തന്നെ ആ പുഴുവിന് യഥാർത്ഥത്തിൽ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചതിച്ചും കൊണ്ട് മാറ്റി നിർത്തിയും കൊണ്ടാണ് ഇദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് വരുന്നത് അതിനകത്ത്. കാരണം അതുവരെ ഇയാൾക്ക് ഫ്രണ്ട് റണ്ണിൽ വരാൻ പറ്റില്ല. കാരണം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള ഫണ്ട് സോഴ്സിങ് ഉണ്ടാവും. അപ്പൊ അവരൊരിക്കലും അവരെ ഫണ്ടേഴ്സിനെ ഫ്രണ്ട് റണ്ണിൽ കൊണ്ടുവരില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരുവിധം അറിയപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സിനെല്ലാം ഇദ്ദേഹം കഴിഞ്ഞ 2017 മുതൽ ഫണ്ട് ചെയ്യുന്നുണ്ട് UK ന്ന്. പുഴു അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ നമ്മുടെ എന്റെ വൈഫ് എടുക്കുന്ന ഒരു പടമായതുകൊണ്ട് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ അവർ ഫ്രണ്ട് റണ്ണിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രൊഡ്യൂസറായി മാറുന്നത്. ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മമ്മൂട്ടിനെ പോലത്തെ ഉള്ള ഒരു സിനിമന്റെ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അത് അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ അന്ന് മുതലല്ല, അതിന്റെ ഒരു 3-4 വർഷം മുമ്പ് മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ അന്വേഷിക്കണം. കാരണം ഇദ്ദേഹം 2016-17 അവിടെ ഒരു ഈ ഡിപ്പെൻഡിങ് വിസയിൽ ഉണ്ടായി റൂം ഷെയർ ചെയ്ത് താമസിച്ചാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നു, പിന്നെ അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ തന്നെ അവിടെയുള്ള സമീക്ഷ എന്ന് പറയുന്ന കേരളത്തിന്റെ മലയാളികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഇടതുപക്ഷ കൂട്ടായ്മ UK സമീക്ഷ. അവരുടെ ആൾക്കാരാണ് ഇദ്ദേഹത്തിനെ പറ്റി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ സുപ്രഭാതത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, അതിലേക്ക് കോടികൾ ഒഴുകുകയാണ്. ആ കോടികൾ ഇവിടുന്ന് റീറൂട്ട് ചെയ്തിട്ട് വീണ്ടും സിനിമാ മേഖലയിലേക്ക് കേരളത്തിലോട്ട് പോവുകയാണ്. ഇതൊക്കെ അവിടുന്നുള്ള ഇൻഫർമേഷൻ ആണ് എനിക്ക്. ശ്രീ ഷർഷാദ്, സത്യം പറഞ്ഞാൽ ഞെട്ടലോടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒന്നും അസംഭവ്യമല്ല. പലതരത്തിലുള്ള മാഫിയകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ നമ്മൾ കേട്ടപ്പോൾ നമ്മൾ ആദ്യം ധരിച്ചത് ഇത് ഒരല്പമെങ്കിലും പൊടിപ്പും തൊങ്ങലും ഒക്കെ വച്ചതാണ് എന്നാണ്. പക്ഷേ ഒരേ സമയം ഇത്തരം ഇത് അവിശ്വസനീയമല്ല. കാരണം ഇങ്ങനെ ഒരു സ്വാധീനം ഭാരതത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റിലും സിനിമയിലും കൃത്യമായ സ്വാധീനമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ദാവൂദ് ഇബ്രാഹിം. ഷാർജയായിരുന്നു ഇതിൻ്റെ ഒരു തിരശീല അല്ലെങ്കിൽ വെള്ളിത്തിര നിറയുന്ന സ്ഥലം. ഷാർജയിൽ ക്രിക്കറ്റ് നടക്കുന്നു, സിനിമാ താരങ്ങളെത്തുന്നു, ക്രിക്കറ്റ് താരങ്ങളെത്തുന്നു. അവർക്കിടയിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ദാവൂദ് ഇബ്രാഹിം ഇരിക്കുന്നു. വളരെ കൃത്യമായിരുന്നു. പേടി കൊണ്ടോ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടോ ദാവൂദിന് വളരെ വലിയ സ്വാധീനം ക്രിക്കറ്റിലും സിനിമയിലും ഉണ്ടായിരുന്നു. ആ കാലം എന്തായാലും ഭാഗ്യവശാൽ മാറി. ഏതാണ്ട് തത്തുല്യമായ ഒരു കഥാകഥനം എന്ന് പറയുന്നത് പോലെ ന്യായമല്ല. കാര്യം ഇത് കഥയല്ല. ഇങ്ങനെ വന്ന് ജനൻ TV-യിൽ തത്സമയം വന്നിരുന്നൊരു കഥ പറയേണ്ട കാര്യമില്ല. പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് താങ്കളിത് പറയുന്നത്. എങ്കിൽ പോലും ആദ്യം കേൾക്കുന്നയാൾ ഞെട്ടുന്ന വെളിപ്പെടുത്തലാണല്ലോ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും അതോടെ അനുബന്ധിച്ചിട്ട് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഇറങ്ങി അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, പുള്ളിന്റെ ഫേസ്ബുക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ നോക്കാം. കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല ബോണ്ട് നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ലണ്ടനിൽ, ഇവരുടെ ഒരു സാമ്പത്തിക ബോണ്ടിന്റെ ഒരു ലോഞ്ചിങ്. മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രിയൊക്കെ പങ്കെടുത്ത അതിൽ പുള്ളിക്കാരനായിരുന്നു മുൻപന്തിയിലുള്ളത്. അതിന്റെ ഫോട്ടോ വളരെ വൈറലായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്ത് പോയതാണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് CM-നെ അവിടെ പോയപ്പം സ്വീകരിച്ചതും ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് ഈ മസാല ബോണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പുള്ളിയാണ് കൂടെ ഉള്ളത്. അതിന്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും പുള്ളി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇയാൾക്ക് എന്താണ് സംസ്ഥാന സർക്കാരിലുള്ള ബന്ധം? പിന്നെ ലോ കേരള സഭ മെമ്പറാണെന്ന് പറയുന്നുണ്ട്. അതിൽ എങ്ങനെ ഇയാൾ എന്ത് അടിസ്ഥാനത്തിൽ ഇതിനകത്ത് കയറി പറ്റി? കാരണം ലോ കേരള സഭയിൽ കയറണമെങ്കിൽ അതിൻ്റെതായ ഒരു മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒന്നിന്റെ വിദേശ ഒരു ഹൈ പ്രൊഫൈൽ ആളായിരിക്കണം, HNI പ്രൊഫൈൽ ആളായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു NRI ബിസിനസ്മാൻ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും വേണം. അങ്ങനെ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല. ഇദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രൊഫൈലും ഇല്ല.
അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും വലിയ കാശ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. കാരണം അവിടെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ആകെ അവിടുത്തെ ഒരു UK ബേസ്ഡ് സെക്യൂരിറ്റി കമ്പനി ഇവിടെ നടത്തുകയാണ്. അതന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടും കർണാടകയും അതിന്റെ ലൈസൻസ് 2 വർഷം മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് സ്ഥാപനം അടിച്ചുപൂട്ടി. പക്ഷെ കേരളത്തിൽ ഇന്നും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു സ്ഥാപനം ഇന്നും കൊച്ചിയിൽ ഹോളിഡേ ഇന്ന് അല്ലെങ്കിൽ ക്രൗൺ പ്ലാസ, സദർലാൻഡ്, അതേപോലെയുള്ള ഈ നമ്മുടെ കുസാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഊരാളുങ്കൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇവർ സെക്യൂരിറ്റി സർവീസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു കമ്പനിയാണ്. പക്ഷെ കേരളത്തിൽ ഒരു നടപടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ബിസിനസ് നല്ല രീതിയിൽ അവർ ചെയ്തും കൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ട്. ഇതിന്റെ അപ്പുറം എന്ത് എവിഡൻസ് ആണ് നമുക്ക് വേണ്ടത്? പിന്നെ എനിക്കുള്ള ഒരു പ്രയാസം പറയാനുള്ളത്, ലഹരി പാർട്ടികൾ, അതായത് താരങ്ങളുടെ ഫ്ളാറ്റുകളിൽ ലഹരി പാർട്ടികൾ നടത്തുന്നു എന്നൊരു ആരോപണം അടുത്തിടെയായി ഉയർന്നു വന്നിരുന്നു. ഇത് സത്യമല്ല, അല്ലെങ്കിൽ ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന് താരങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ പോലും അത് കെട്ടുകഥയല്ല, അത് സത്യാവസ്ഥ തന്നെയാണ്. ഇത്തരം പെൺകുട്ടികളെ ഫ്ളാറ്റുകളിലേക്ക് എത്തിച്ച് ലഹരി പാർട്ടി നടത്തി ദുരുപയോഗം ചെയ്യുന്ന ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ ഉണ്ടെന്ന് തന്നെയാണല്ലേ പറയേണ്ടത്? അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല മാഡം. ബിക്കോസ് അത് അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ടുകേൾവി ഉണ്ട് എന്നല്ലാണ്ട് എനിക്കതിൽ അങ്ങനെ വ്യക്തമായ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഇല്ല. അതിൽ കേട്ടുകേൾവി ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പല ആൾക്കാർ മുഖേന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് നടത്തുന്നതെന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നല്ലതായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ലൊക്കേഷനുകളിലും കാര്യങ്ങളിലൊക്കെ ഇതിന്റെ പങ്കുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ വ്യക്തമായ ഞാൻ എന്റെ കണ്ണിൽ നേരിൽ കാണുകയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവ് എനിക്കില്ല. എന്തായാലും ശ്രീ ഷർഷാദ് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഗൗരവമുള്ള ഒരു കാര്യം. അതായത് മലയാള സിനിമാ ലോകത്ത് ഒട്ടും ആശാസ്യമല്ലാത്ത പ്രവണതകൾ വരുന്നു. അത് ഇവിടെ ഉണ്ടായ സിനിമ ഇവിടെ ഭംഗിയായി ആ പ്രൊഡ്യൂസർമാരും സംവിധായകരും മറ്റ് പ്രവർത്തകരും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നൊരു സിനിമാ മേഖലയിൽ വിദേശത്തു നിന്നും പണത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് വഴി വരുന്ന പണമെന്നറിയാത്ത പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അവിഹിതമായ സ്വാധീനം വരുന്നു എന്ന് തന്നെയാണ് ഷർഷാദ് ആവർത്തിച്ച് പറയുന്നത്, അല്ലേ ഷർഷാദ്? അതിൽ അങ്ങ് പാർട്ടി, അതെ, ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകനുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന സംവിധാനത്തിലെ സകല പ്രമുഖരും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ പറയുന്ന ആളുടെ ആതിഥേയത്വം സ്വീകരിച്ചവരാണ് എന്നാണ്. അത് മാത്രല്ല ഇന്നിപ്പം എനിക്കിപ്പം ജുഡീഷ്യറിയിലും ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. കാരണം ഒരു വർഷമായിട്ട് ഒരു റിട്ട് പെറ്റീഷന് ഓപ്പോസിറ്റ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് പോലും ഫയൽ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് നമ്മൾ സംശയിക്കേണ്ടത്? ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുന്നു, ആ പെറ്റീഷൻ ഫയലിൽ സ്വീകരിക്കുന്നു, ഇന്ററിം ഓർഡർ പാസ്സാക്കുന്നു. ഇന്ററിം ഓർഡറിന്റെ കോപ്പി നിങ്ങളെ റിപ്പോർട്ടറിന്റെ കൈവശമുണ്ട്. 2023 ഓഗസ്റ്റിൽ വന്ന ഇന്ററിം ഓർഡർ ആണ്. അതിൽ റെസ്പോണ്ടന്റ് ആയിട്ട് പല ഡിപ്പാർട്ട്മെന്റ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. ഇപ്പം സംസ്ഥാനം അവിടെ നിൽക്കട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൽ റെസ്പോണ്ടന്റ് ആണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിൽ റെസ്പോണ്ടന്റ് ആണ്. ഇവരൊന്നും ഇന്ന് വരെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പൊ പുള്ളിക്ക് ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഒരു കൊല്ലം എടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തിനാണ് അവർക്ക് ഒരു വർഷം? ഈ കഴിഞ്ഞ 27 പോലും വീണ്ടും അവര് ഒരു വളരെ ഇതായ രീതിയിൽ വന്നിട്ട് വീണ്ടും ടൈം ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസമാണ് സമയം ചോദിച്ചത്, പക്ഷെ കോടതി ഒരു മാസം തരാൻ പറ്റില്ല, 12-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വീണ്ടും. ശ്രീ ഷർഷാദ് ഏത് തരത്തിൽ പറഞ്ഞാലും ഞെട്ടിക്കുന്ന കാര്യം, അതായത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ആര് എന്നുള്ളതാണ്. ഇവിടെ വന്ന ആരോപണങ്ങൾ, അതല്ലെങ്കിൽ തുടക്കത്തിൽ ചിലരെ ലക്ഷ്യമിട്ട് വന്ന ആരോപണങ്ങൾ, പല പ്രമുഖ മാധ്യമങ്ങളും കൊടുത്ത ചിത്രങ്ങളടക്കം തെറ്റായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് ശ്രീ മുഹമ്മദ് ഷർഷാദ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ഉടൻ തന്നെ ചിലരെ മാത്രം ലക്ഷ്യമിട്ട് വാർത്തകൾ വരുന്നു, ചിലർക്കെതിരെ മാത്രം പരാതി വരുന്നു,
ചിലരുടെ ചിത്രം മാത്രം ആര് എന്ത് പരാതി ഉന്നയിച്ചാലും ഈ വിഷയത്തിൽ ദേവിക എന്താ മിണ്ടാതെ നിൽക്കുന്നു എന്നിവിടെ പലരും ചോദിക്കുന്നുണ്ട്. ദേവിക ഞെട്ടി നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം. കാര്യം ഇതൊരു അർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഈ മേഖലയെ ബന്ധപ്പെട്ട് എന്ത് വിവാദമുണ്ടായാലും 2-3 പ്രമുഖരുടെ, അത് ഞാൻ തെളിച്ചു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജനം ടി വിയുടെ ഡിബേറ്റിൽ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ ആരെക്കുറിച്ച് എന്ത് പരാതി പറഞ്ഞാലും ഉടനെ മോഹൻലാലിൻ്റെ ചിത്രം വെച്ച് ഒരു കവർ ഇറക്കുന്നു. ആരോ എന്നോ എപ്പോഴോ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ താങ്കൾ ഇത് പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഇതിന് പിന്നിൽ എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇന്ന് കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളത്. അതുമല്ലെങ്കിൽ ചിലരെ ലക്ഷ്യമിട്ട് ഇപ്പോൾ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പോലും യഥാർത്ഥ പ്രതികളെ, യഥാർത്ഥ മാഫിയയെ മറച്ചു വയ്ക്കാനോ അതല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിപ്പിക്കാനോ അതും അല്ലെങ്കിൽ രക്ഷിക്കാനോ ആണെന്ന് ഒരു സാധാരണ പ്രേക്ഷകൻ സംശയിച്ചാൽ, ആലോചിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ഷർഷാദ്? ഒരിക്കലുമില്ല. കാരണം ഈ രാജേഷ് കൃഷ്ണനെ പോലത്തെ പല രാജേഷ് കൃഷ്ണന്മാര് മലയാളം സിനിമകളിൽ ഹവാല ഫണ്ടുകൾ റൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇവിടുത്തെ ഇത്രയും വലിയൊരു നടൻ എന്റെ കാര്യത്തിൽ സൈലന്റ് ആയത്. കാരണം പുള്ളി വാ തുറന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ പുള്ളിക്ക് എന്തെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ആംഗിളിലേക്ക് പോവും. അത് പിന്നീട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു ചെയിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പം ED ഒക്കെ മലയാള സിനിമന്റെ ഫണ്ട് സോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ഇലക്ഷന്റെ മുമ്പ്, ലോക്സഭാ ഇലക്ഷന്റെ മുമ്പ് സമയത്തെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണങ്ങൾ അവിടെ ഇവിടെ തടസ്സം നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അത് വളരെ വളരെ വ്യക്തമാണ്. ഈ രാജേഷ് കൃഷ്ണ ചിലപ്പം ഒരാളായിരിക്കും, അതേപോലത്തെ പല ആളുകളുണ്ട്. ഈ പല ആളുകളതും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇവിടുന്ന് ഈ കൊള്ളയടിച്ച് അല്ലെ കൈക്കൂലി വാങ്ങി അല്ലെ പല സെറ്റിൽമെന്റ് നടത്തി അത് പല രാജ്യങ്ങളിൽ പോയി റൂട്ട് ചെയ്ത് NRI അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റു പല അക്കൗണ്ട് മുഖേനയാണ് ഈ സിനിമാ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളെ മാധ്യമ സ്ഥാപനങ്ങളുടെ കഴിവ് വെച്ചും കൊണ്ട് അത് നിങ്ങൾ കണ്ടെത്തേണ്ട നിങ്ങളൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങൾക്ക് വളരെ ഇവിടെ വിവരാവകാശ നിയമമുണ്ട്, മറ്റ് പല സോഴ്സുകളും ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടെത്തണം എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, എനിക്കതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. അത് എങ്ങനെ ചാനലിൽ, ഏത് ചാനൽ, ഇപ്പം ഈ പുഴു എന്ന് പറയുന്ന പടം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി, ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാലോ അതിലേക്ക് എങ്ങനെ ഫണ്ട് വന്നു, ആരുടെ ഫണ്ട് വന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായമാർ ഇപ്പോഴുണ്ട്. അല്ലെങ്കിൽ തങ്ങളാണ് പരാതിക്കാർ, അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, എന്നാൽ തങ്ങളല്ല, ഇതിൽ പിന്നിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രമുഖരുടെ പടങ്ങൾ അല്ലെങ്കിൽ പ്രമുഖരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ ഇറക്കുന്നു. എന്നാൽ ഇതിന് പിന്നിൽ കൃത്യമായ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ തെളിയിച്ചതാണ്. കാരണം ലഹരി മാഫിയ സിനിമയെ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ലഹരി പാർട്ടികൾ നടത്തുന്നു, ആ നടത്തുന്നവരുടെ പേര് സഹിതം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ പരാതി നൽകുന്നു. എന്നാൽ ശരിയായ പവർ ഗ്രൂപ്പ് ഇവർ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പവർ ഗ്രൂപ്പ് എല്ലാ മേഖലയിലും ഉണ്ട് മാഡം. ഇപ്പം എനിക്ക് പറയാനുള്ളതാണ്, ഏത് ബിസിനസ് നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ ഒരു ലീഡർ ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും. അവരെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവരെ മറ്റ് വളർന്നു വരാതിരിക്കുകയും അവരെ ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകും. അത് സിനിമാ മേഖല എന്ന് മാത്രമല്ല. പക്ഷെ അത് ബിസിനസിന്റേതായ രീതിയിൽ പോകണം. അത് മിസ്യൂസ് ചെയ്തും കൊണ്ട് ഇല്ലീഗൽ ആയ ആക്ടിവിറ്റികൾക്ക് പോവുക, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കള്ളപ്പണം ഇടപാട് നടത്തുക, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ കയറി കുടുംബം നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ അത് കൂട്ടുനിൽക്കാതെ നമ്മളത് ഒറ്റപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തി അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ടത്. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ മേഖലകളിലും ചിലപ്പം അവരുടേതായ ഇൻഡസ്ട്രി ലീഡേഴ്സ് കാണും. അതിപ്പോ സ്വാഭാവികമാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ, ഇപ്പൊ ടെലികോം നോക്കൂ. ഇപ്പൊ ജിയോ എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഇവിടെ വന്നതിന് ശേഷമല്ലേ ഇവിടെ ഇത്രയും യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ആ ഒരു ഇന്റർനെറ്റ് ലഭ്യമായി തുടങ്ങിയത്. അപ്പൊ അവര് വന്നപ്പോഴാണല്ലോ അപ്പൊ അതേപോലെയാണ് എല്ലാ മേഖലയിലും അത് ഉണ്ടാവും. പക്ഷെ അത് വെച്ചും കൊണ്ട് വലിയ വലിയ മഹാനടന്മാർ അല്ലെങ്കിൽ വലിയ ആൾക്കാർ അവരുടേതായ ആ ഒരു പവർ വെച്ചും കൊണ്ട് അവരൊരു സമൂഹത്തിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു
ഇല്ലീഗലായ ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടാക്സ് നികുതി വെട്ടിപ്പ് നടത്താനോ ഇതിനൊന്നും നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ തുറന്നു കാണിക്കുക ചെയ്യണം. ഇപ്പം ഇദ്ദേഹം ഈ സെക്യൂരിറ്റി കമ്പനി ജനത്തിൽ തന്നെ ഈ കിൻഡം എന്ന് പറയുന്ന സെക്യൂരിറ്റി കമ്പനി ഇല്ലീഗലായിട്ട് അവർക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നുള്ളത് പല ടൈം ഈ സുധീഷ് ഗോപാൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പാണ് പിന്നെ ഈ മമ്മൂട്ടിയുടെ വീടിന്റെ സെക്യൂരിറ്റി ഈ കമ്പനിനെ ഏൽപ്പിക്കുന്നത്. ആ കമ്പനിന്റെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ തന്നെ 1-to-1 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ വീട് ഈ കമ്പനിക്ക് ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഇവരെ ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ അല്ലേ? അല്ലെങ്കിൽ കൊച്ചിയിൽ എന്താ സെക്യൂരിറ്റി കമ്പനി ഇല്ലായിട്ടാണോ? 100-ൽ കൂടുതൽ കമ്പനികളുണ്ട് കൊച്ചിയിൽ മാത്രം. ലൈസൻസ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് നടത്തുന്ന 100-ൽ കൂടുതൽ കമ്പനികളുണ്ട്. എന്തിന് ഇദ്ദേഹത്തിന്റെ കമ്പനി മാത്രം വിളിച്ചു കൊടുക്കണം? അതിൽ നിന്നൊക്കെ നമുക്ക് പല എക്സാമ്പിളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരൊക്കെ ട്രാപ്ഡ് ആണ്. ഇന്റൻഷ്യലി പോയി ട്രാപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ അറിയാതെ പോയി പെട്ടതാണോ ഇതൊന്നും നമുക്കറിയില്ല. അതാണ് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പല മേഖലകളിൽ ഞാൻ ED ഓഫീസിൽ പേഴ്സണലായിട്ട് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പി വെച്ചിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത്. ഞാൻ ഇൻകം ടാക്സ് കൊച്ചി കമ്മീഷണറെ പോയി കണ്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കെതിരെയുള്ള ആ പരാതിയുടെ കോപ്പിയും ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ആയിട്ട് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സംഗതിയും ഒരു സ്ഥലത്തും ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല. ശരി. അപ്പൊ സംസ്ഥാന സർക്കാർ മാത്രമല്ലല്ലോ, ഇനിയിപ്പം ഈ ഇൻകം ടാക്സും ED ഒക്കെ എന്തിനാണ് ഇവരുടെ പേപ്പർ അനക്കാതെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതും നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. റൈറ്റ്. യെസ്, ഷർഷാദ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി പവർ ഗ്രൂപ്പുകൾ സിനിമയിൽ ഉണ്ട്. എന്നാൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രമുഖരാണോ എന്നുള്ളൊരു ചിന്ത മാറ്റിവെക്കണം. കാരണം പ്രമുഖരല്ലാത്ത പലരുടെയും സ്വാധീനം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായി പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ ധരിക്കുന്ന പലരാണ് യഥാർത്ഥ പ്രമുഖർ എന്നാണ് ഷർഷാദിന്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പണങ്ങൾ വെച്ചിട്ട് ചിലപ്പം വലിയവരായ ആൾക്കാർ അവരെ ഇതിൽ പോയി ാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ വരുമ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ്, എൻ്റെ അടുത്ത് ഇത്ര ഫണ്ട് ഉണ്ട്, ഫണ്ട് പ്രൂഫ് ആണ് കാണിക്കേണ്ടത്. ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട് എന്നുള്ള പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സിനിമ കോൺട്രാക്ട് സൈൻ ചെയ്യപ്പെടും. പക്ഷെ ആ ഫണ്ട് എങ്ങനെ വന്നതാണ്, ഏതാ വന്നത് എന്നൊന്നും ഈ നടനോ അല്ലെങ്കിൽ ഇതിലുള്ള മറ്റു ആർട്ടിസ്റ്റുകളോ ആരും നോക്കാൻ പോകുന്നില്ല. ഓക്കെ, ഫണ്ട് ഉണ്ടോ, ഇയാൾ തയ്യാറാണോ, പ്രാപ്തനാണോ, ഓക്കെ നമുക്ക് മുന്നോട്ട് പോവുക. പക്ഷെ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഈ വരുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ടും അയാൾ എങ്ങനെ വന്ന ആളാണ്, അയാൾ എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, അയാൾക്ക് എന്താണ് ബിസിനസ്, അയാൾക്ക് ഈ പണം എവിടുന്ന് കിട്ടി എന്നൊക്കെ കൂടെ ഇവരൊക്കെ അന്വേഷിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും അങ്ങോട്ട് വരും. ശ്രീ മുഹമ്മദ് ഷർഷാദ്, പുത്തൻപുലരിയിൽ വന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സാധാരണ പുത്തൻപുലരിയിൽ പ്രധാന വാർത്തകൾ വരാറുണ്ട്, മറ്റു പല സെഗ്മെന്റുകളും വരാറുണ്ട്. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. അതാണ് ഇത്രയും സമയം ഇതിൽ തന്നെ നിന്നത്.